8ാം ക്ലാസ് കേരള പാഠാവലിയിലെ 5ാമത്തെ യൂണിറ്റിലെ കൃഷി എന്ന കാവ്യവുമായി ബന്ധപ്പെട്ട് വിത്തും കൈക്കോട്ടും എന്ന ഒരു പാഠഭാഗം നൽകിയിട്ടുണ്ട്. ഇത് എഴുതിയിരിക്കുന്നത് ചെറുകാട് ഗോവിന്ദ പിഷാരടിയാണ്. അദ്ദേഹത്തിൻ്റെ മണ്ണിൻ്റെ മാറിൽ എന്ന കൃതിയിൽ നിന്നും എടുത്തതാണ് വിത്തും കൈക്കോട്ടും എന്ന പാഠഭാഗം. ഇതിലെ പ്രധാന കഥാപാത്രം കൊണ്ടേരൻ എന്ന കർഷകനാണ്. പാഠഭാഗത്തിൻ്റെ വായനയ്ക്ക് ശേഷം ആശയങ്ങളിലേക്ക് കടക്കാം. കൊണ്ടേരൻ്റെ ശ്വാസഗതി ക്രമത്തിലായി. ഒരു പേടി സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്ന് കിടക്കുമ്പോൾ സ്ഥലകാലാവബോധം ഉണ്ടായതുപോലെ കൊണ്ടേരൻ മൂപ്പിൽ നായരെ താണു തൊഴുതു തിരിച്ചു പോന്നു. അത്തിക്കോട്ടിലേക്ക് വേണ്ടി നട്ടുണ്ടാക്കിയ ബലവൃക്ഷങ്ങളുടെ തൈകളൊക്കെ എന്തു ചെയ്യണം? കൊണ്ടേരൻ കുറേയേറെ ആലോചിച്ചു. അടുത്ത കൊല്ലം ഒഴിഞ്ഞു കൊടുക്കേണ്ട ഭൂമിയിൽ പുലാത്തൈ വെച്ചാൽ ചക്കയിട്ട് തിന്നാൻ ആരാവും? ആ കർമ്മയോഗിയായ കൃഷിക്കാരൻ തീരുമാനിച്ചു, വെച്ചു പിടിപ്പിക്കുക തന്നെ. ആരാച്ചാ ചക്കയിട്ട് തിന്നോട്ടെ. വിത്തും കൈക്കോട്ടും കള്ളൻ ചക്കേട്ടു കണ്ടാ മുണ്ടണ്ട കൊണ്ടെ തിന്നോട്ടെ. ആ വിഷുക്കാലത്ത് പാടുന്ന പക്ഷിയുടെ ശബ്ദം കൊണ്ടേരനെ ആവേശം കൊള്ളിച്ചു. അത്തിക്കോട്ടിലേക്ക് നടന്നു. തളികപ്പപ്പാറയെ ഉള്ളിലാക്കിക്കൊണ്ട് ഒരു 4 പറ വിത്തിൻ്റെ പറമ്പ് വളച്ചു കെട്ടി വളപ്പാക്കാൻ കൊണ്ടേരൻ തീരുമാനിച്ചു. ആലിൻ്റെ കൊമ്പുകൾ വെട്ടിക്കൊണ്ടുവന്നു തറിയിട്ടു. വെട്ടിച്ചാരിയ മുള്ളുകൊണ്ട് കണ്ണടച്ചു വേലി കെട്ടി. വേലിയുടെ അരികെ ഒന്നിടവിട്ടു മാവിൻ തെയ്യും പ്ലാവിൻ തെയ്യും നടാൻ കുഴി കുത്തി കാച്ചിച്ചുട്ടു. മഴയും കാത്തിരുന്നു. ഒരു കാലത്ത് കേരളത്തിലെ കർഷകരുടെ ജീവിതാവസ്ഥ വരച്ചു കാണിക്കുന്ന പാഠഭാഗമാണിത്. സ്വന്തമായി ഭൂമിയില്ലാത്ത കർഷകർ ഏതെങ്കിലും ഭൂ ഉടമയിൽ നിന്ന് കുറച്ച് കൃഷിഭൂമി പാട്ടമായി വാങ്ങും. അത് ചിലപ്പോൾ ഒരു വർഷത്തേക്കോ ഒരു കൃഷിക്കാലത്തേക്കോ ഒക്കെ ആയിരിക്കും. അങ്ങനെ വാങ്ങുന്ന കൃഷിഭൂമിയിൽ കർഷകർ തങ്ങൾക്കറിയാവുന്ന വിളവുകൾ ഉണ്ടാക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഭൂ ഉടമ കർഷകനോട് ആ ഭൂമിയിൽ നിന്നും ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കൊണ്ടേരൻ എന്ന ആ കർഷകന് ആ ഭൂമിയുടെ മേൽ യാതൊരു അവകാശവും ഇല്ലാതെ ഉടമ പറയുന്നത് കേട്ട് ഒഴിഞ്ഞു പോകാനേ കഴിയുകയുള്ളൂ. ആ ഭൂമിയിൽ കൃഷി ചെയ്തതിൻ്റെ ഭാഗമായി ലഭിക്കുന്ന ചെറിയ പ്രതിഫലം മാത്രമാണ് കർഷകൻ്റെ ലാഭമെന്ന് പറയുന്നത്. അന്നത്തെ കർഷകൻ്റെ അവസ്ഥ അതായിരുന്നു. കൊണ്ടേരനും അതേ അവസ്ഥയിലൂടെ തന്നെയാണ് ഇവിടെ കടന്നു പോകുന്നത്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ കർഷകർക്ക് അവർ നട്ടു വളർത്തിയ മരങ്ങൾക്കോ ചെടികൾക്കോ അല്ലെങ്കിൽ വിളവുകൾക്കോ മേൽ യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. ഈ ദുരിതാവസ്ഥയാണ് വിത്തും കൈക്കോട്ടും എന്ന ഭാഗം നമുക്ക് കാണിച്ചു തരുന്നത്. കൊണ്ടേരനോട് അടുത്ത വർഷം ഈ ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഭൂ ഉടമ കൽപ്പിച്ചിരിക്കുകയാണ്. കൊണ്ടേരന് അറിയാം അത് ഒഴിഞ്ഞു കൊടുക്കണമെന്ന്. കാരണം അന്നത്തെ കർഷകർക്ക് പണിയെടുക്കുക എന്ന തൊഴിൽ അല്ലാതെ മറ്റൊരു അവകാശവും എന്തിലില്ല, ആ ഭൂമിയിന്മേലില്ല. നടാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന പ്ലാവിൻ തൈകളും അതുപോലെ തന്നെ മറ്റ് ചെടികളൊക്കെ ഭൂ ഉടമ ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കൊണ്ടേരൻ ഇവിടെ കുഴങ്ങുകയാണ്. ആ വൃക്ഷത്തൈകൾ താൻ തന്നെ വെച്ചു പിടിപ്പിക്കാമെന്നും താൻ ഒഴിഞ്ഞു പോയാലും അവയുടെ എല്ലാം കായ്ഫലം മറ്റുള്ളവർ അനുഭവിച്ചു കൊള്ളട്ടെ എന്ന് വിചാരിച്ച് വിയർപ്പൊഴുക്കുക തന്നെയാണ് കൊണ്ടേരൻ. ഒരു യഥാർത്ഥ കർഷകനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. കൃഷിയുമായുള്ള ആത്മബന്ധം കൂടി ഇവിടെ പ്രകടമാകുന്നു. തൻ്റെ ചുമതല എന്ന് പറയുന്നത് ഇവ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് കൊണ്ടേരൻ ചിന്തിക്കുന്നത്. യാതൊരു അവകാശവുമില്ലാത്ത ഭൂമിയിലാണെങ്കിലും തൻ്റെ അധ്വാനത്തിൻ്റെ ഫലം മറ്റുള്ളവരാരെങ്കിലും അനുഭവിച്ചു കൊള്ളട്ടെ എന്ന വിശാലമായ മനസ്ഥിതിയുള്ള ഒരു പണ്ടത്തെ കർഷകനെ നമുക്ക് ഇവിടെ കൊണ്ടേരനിൽ കാണാം. അന്നത്തെ കർഷകരുടെ ദുരിതാവസ്ഥ ആവിഷ്കരിക്കുന്ന നിരവധി കൃതികൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന കവിതയും ഇതേ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വരച്ചു കാട്ടുന്നുണ്ട്.